നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ലേഡി സലൂണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി നമുക്ക് യൂണിസെക്സ് സലൂണുകൾക്ക് പോസിബിലിറ്റി എങ്ങനെയാണ് അവിടെ പോസിബിലിറ്റി ഇല്ല എന്ന് തന്നെ പറയാം. ജെന്റ്സ് സലൂണ്, ലേഡീസ് സലൂണ് സെപ്പറേറ്റ് ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ ഈ രണ്ട് ആക്ടിവിറ്റീസും കൂടി ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് കേട്ടോ, ഞാനൊക്കെ ബിസിനസ് സെറ്റപ്പ് തുടങ്ങുന്ന ഒരു 10-20 വർഷം മുമ്പൊക്കെ ഞാൻ കിട്ടിയിട്ടുള്ള ചരിത്രമുണ്ട്. പക്ഷെ ഇപ്പൊ നിലവില് രണ്ടായിട്ട് തുടങ്ങണം. നിങ്ങൾ വേണമെങ്കിൽ അടുത്തടുത്ത് 2 ഷോപ്പ് എടുത്തിട്ട് 2 ബോർഡാക്കി വെക്കാം. 2 ട്രേഡ് ലൈസൻസ് ആണ്. അതുപോലെ തന്നെ ലേഡീസ് സലൂണിൽ ജെന്റ്സ് കയറി ചെല്ലുന്നത് വരെ അലൗഡ് അല്ല. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള സലൂൺസ് നമുക്ക് കിട്ടില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ പഠിച്ച ആളുകൾ അല്ലെങ്കിൽ നല്ലപോലെ ബ്യൂട്ടി പാർലർ നടത്തുന്ന ലേഡീസുകൾ ഒരുപാടുണ്ടല്ലോ. അവർക്ക് ഡയറക്റ്റ് വന്ന് അവിടെ ലൈസൻസ് എടുക്കാനാണോ പറ്റുന്നത്? എന്തെങ്കിലും ഇവരുടെ സർട്ടിഫിക്കേഷൻ വാലിഡ് ആണോ? അവർക്ക് പണി അറിയാവുന്നൊക്കെ? ഇല്ല, ഈ ദുബായ് മുനിസിപ്പാലിറ്റി സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ അപ്രൂവൽ എടുക്കാന്നല്ലാതെ ക്വാളിഫിക്കേഷൻ മറ്റ് എഡ്യൂക്കേഷൻ അതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിനും പോലെ ഈ സലൂണിനകത്ത് സലൂൺ പഠിച്ചതിന്റെ ക്വാളിഫിക്കേഷൻ വെരിഫൈ ചെയ്യുന്ന അങ്ങനെ ഒരു സംഭവം ഇല്ല. ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ വെരിഫൈ ചെയ്യേണ്ടത് ആ സലൂണിന്റെ ഓണറുടെ ചുമതലയാണ്. അല്ലാതെ കസ്റ്റമറെ കിട്ടാനായിട്ട് അല്ലാതെ മുടി എങ്ങനെ വെട്ടിയൊന്നും സർക്കാർ നോക്കിയൊന്നുമില്ല. മുടി മാത്രമല്ല, ഹെന്ന അല്ലെങ്കിൽ മേക്കപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ ലേഡീസ് സലൂണിൽ. എനിക്ക് തോന്നണേ ഈ ദുബായിലൊക്കെ ഇപ്പൊ ഇവിടെ നാട്ടില് ടിപ്പിക്കലി പറഞ്ഞാൽ നമ്മുടെ ബാർബർ ഷോപ്പ് നടത്തുന്ന ആള് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാള് ദുബായിൽ പോയിട്ട് കുറെ ആളുകൾ വെച്ച് ജോബൊക്കെ കൊടുത്ത ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉള്ള ബിസിനസ് ആണല്ലോ ഇതല്ലേ? സലൂൺ നല്ല അല്ലേ? എന്തായാലും മുടി വളരാനിരിക്കില്ല. സ്ത്രീകളുള്ളിടത്തോളം നമുക്ക് മേക്കപ്പ് ആവശ്യമാണല്ലോ. അതെ, ബ്യൂട്ടി പാർലർ. അതെ. അപ്പൊ എന്തായാലും ലോകത്ത് ഒരിക്കലും നഷ്ടം വരാത്തൊരു ബിസിനസിന്റെ പേസ് പറഞ്ഞാല് ഈ സലൂണുകൾ തന്നെയാണ്. നല്ല ലൊക്കേഷൻ ആയിരിക്കണം, നല്ല സർവീസ് ആയിരിക്കണം. ഇത് രണ്ടും ഇല്ലാതിരിക്കുന്ന സമയത്താണ് നഷ്ടങ്ങളൊക്കെ വരുള്ളൂ. രണ്ടുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടം വരില്ല. ആ ലൈസൻസിനൊക്കെ എന്ത് ചെലവാകും? ട്രേഡ് ലൈസൻസിന്റെ അതിന്റെ വാടകനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ 25,000 ദിർഹംസിന്റെ ചെലവാണ്. അത്രേ വരുള്ളൂ. അതെ. ലൈസൻസിന് അവർക്ക് അവരുടെ ഇന്ത്യയുടെ ഡെക്കറേഷനും മറ്റുള്ള കാര്യങ്ങളും അതുപോലെ വാടക അതൊക്കെ മറ്റു കാര്യങ്ങളാണ്. ട്രേഡ് ലൈസൻസിനെ സംബന്ധിച്ചിടത്തോളം 20,000 ദിർഹംസിന്റെ എക്സ്പെൻസ് വരുള്ളൂ. അത്രേ ഉള്ളൂ. അതിൽ കുറഞ്ഞേ വരുള്ളൂ. ഞാൻ വിസ അടക്കം പറഞ്ഞത്.